ബജ്രംഗദൾ പ്രവർത്തകർ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങളുടെ പേരിൽ കന്യാസ്ത്രീമാർ രണ്ടുപേർ ഇപ്പോഴും ജയിലിലാണ്. 7 ദിവസമായി അവർ ജയിലിൽ കഴിയുകയാണ്. ജാമ്യം ഇനിയും ലഭിച്ചിട്ടില്ല. NIA കോടതിയിലേക്ക് കേസ് മാറ്റിയത് വലിയ തൊന്തരവായി അല്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രശ്നമായി മാറിയിരിക്കുകയാണെന്ന് കത്തോലിക്ക സഭയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശരിക്കു പറഞ്ഞാൽ ഈ കുരുക്ക് മുറുക്കിയത് ആരാണ്? ഈ കുരുക്ക് മുറുക്കിയത് കത്തോലിക്ക സഭയാണോ, അതോ ഇനി കന്യാസ്ത്രീമാർ ചെയ്തത് ഗുരുതരമായ കുറ്റമാണെന്ന് കോടതിക്ക് മനസ്സിലായിട്ടാണോ സെഷൻസ് കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും ഒക്കെ കേസ് പരിഗണിക്കാതെ NIA കോടതിയിലേക്ക് വിട്ടത്? സമാനമായ ഒരു കേസ് തൃശ്ശൂരിൽ 2021 രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അതിലും 2 കന്യാസ്ത്രീമാർ പ്രതികളായിരുന്നു. അന്ന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് 3 പെൺകുട്ടികൾ, യുവതികൾ കേരളത്തിലേക്ക് എത്തിയത് മനുഷ്യക്കടത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും ഭാഗമായിരുന്നു. പ്രത്യേകിച്ച് മനുഷ്യക്കടത്ത് അതിൻ്റെ ഭാഗമായിരുന്നു എന്നായിരുന്നു റെയിൽവേ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ കൊടുത്തത്. പക്ഷേ അതിന് തെളിവുകളൊന്നുമില്ല. കാരണം ആ യുവതികളുടെ പക്കൽ അവർക്ക് ജോലി ചെയ്യാൻ പോകുന്നതിന് രക്ഷിതാക്കൾ കൊടുത്ത സമ്മതപത്രം, അനുബന്ധമായ മറ്റ് രേഖകൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് കേരളത്തിലെ കോടതി, തൃശ്ശൂരിലെ കോടതി പറഞ്ഞു, കേസെടുക്കാൻ അല്ലെങ്കിൽ കേസ് വിചാരണ ചെയ്യാൻ വേണ്ടിയുള്ള യാതൊരു തെളിവുകളും ഇതിനകത്തില്ല, അതുകൊണ്ട് കേസ് തള്ളുന്നു, എല്ലാ ആളുകളെയും കുറ്റവിമുക്തരാക്കുന്നുവെന്ന് തൃശ്ശൂർ കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചു. ഇതേ സംഭവമാണ് ഇവിടെ നടക്കുന്നത്, ഛത്തീസ്ഗഡിലും നടക്കുന്നത്. ഇതേപോലൊരു കേസാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. കോടതികൾക്കറിയാം ഇതിനകത്ത് തെളിവൊന്നുമില്ല, ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല. വെറുതെ ഈ സംഘപരിവാർ ശക്തികൾ അല്ലെങ്കിൽ മതഭ്രാന്തന്മാർ ഇളക്കിവിട്ട ഒരു സംഭവമാണ്. മതഭ്രാന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യാജ പരാതിയാണെന്ന് കോടതിക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയും. പക്ഷേ കോടതിക്ക് പോലും ഇവിടെ ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഛത്തീസ്ഗഡ് സർക്കാർ ഒരുക്കി. ഛത്തീസ്ഗഡ് സർക്കാർ ഇവിടെ നിന്ന് പോയ BJP നേതാക്കൾ അനൂപ് ആന്റണിയോടും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ഒപ്പം നിൽക്കില്ല. കാരണം അവിടെ ഹിന്ദി ഹൃദയഭൂമിയിൽ BJP പയറ്റുന്നത് വർഗീയ രാഷ്ട്രീയമാണ്, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന വർഗീയ രാഷ്ട്രീയം. തലയ്ക്ക് വെളിവില്ലാത്ത മതഭ്രാന്തന്മാരെ ഒപ്പം നിർത്തിയാൽ മാത്രമേ അവിടെ BJPക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല. മതഭ്രാന്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഓടടാ എന്ന് ഇവിടുത്തെ ആളുകൾ പറയും. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ NIA കോടതിയിലേക്ക് കേസ് മാറുമ്പോൾ അതിൻ്റെ സ്വഭാവം ഗുരുതരമായി മാറുന്നു. കുറെ കൂടി രാജ്യദ്രോഹ കുറ്റം പോലുള്ള വലിയ കുറ്റങ്ങൾ ഇവർ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും ഒപ്പം നിന്നു എന്ന് ചുരുക്കം. ഇവിടെ ബിഷപ്പുമാരുടെ പ്രതിഷേധം ശക്തമാണ്. അതുപോലെ നിയമസഭ അല്ലെങ്കിൽ സാമാജികന്മാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷം, അതുപോലെ ഇടതുമുന്നണി നേതാക്കൾ, ഇവരൊക്കെ തന്നെ വളരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രതിഷേധം അങ്ങ് കേന്ദ്രത്തിൽ എത്തുന്നില്ല. അതാണ് ഒരു വിഷയം. ബിഷപ്പുമാർ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഒക്കെ ജാമ്യത്തിന് വേണ്ടിയൊക്കെ ഓടി നടക്കുന്നുണ്ട്, അവർ പ്രതിഷേധ കുറിപ്പുകൾ ഇറക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് കന്യാസ്ത്രീമാരുടെ മോചനം ക്ഷിപ്രസാധ്യമല്ല എന്ന് ബിഷപ്പുമാർക്കും അറിയാം. അവർക്ക് ഒരു കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടു, തങ്ങൾ ഇതുവരെ താലോലിച്ചിരുന്നത് മൂർഖം പാമ്പിനെയാണെന്ന് അവർക്ക് മനസ്സിലായി. കത്തോലിക്ക സഭയെ അടച്ചുപൂട്ടിക്കും, അവരുടെ സ്വത്തുകൾ കണ്ടെത്തുമെന്നൊക്കെ ഓർഗനൈസറിൽ ലേഖനം എഴുതി വന്നപ്പോൾ തന്നെ കത്തോലിക്കക്കാർക്ക് മനസ്സിലായി, അടുത്ത ഇര തങ്ങളാണെന്ന് മനസ്സിലായിരുന്നു. ബിഷപ്പുമാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഇരയാക്കപ്പെടരുതേ എന്ന പ്രാർത്ഥന ഇവർക്ക് ഉണ്ടായിരുന്നു. ഇരയാക്കപ്പെടരുതേ എന്ന പ്രാർത്ഥന ഇപ്പോൾ ഇരയാക്കപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ഇരയാക്കരുത് എന്ന പ്രാർത്ഥനയുടെ ഫലമായാണ് BJP നേതാക്കളെ അരമനകളിൽ സ്വീകരിക്കുകയും കേക്ക് മുറിക്കുകയും ചായ സൽക്കാരം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇവരെ പ്രീതിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ തങ്ങളെ അടപടലം ആക്രമിക്കും, ദ്രോഹിക്കുമെന്ന് തിരിച്ചറിവിൽ നിന്നാണ് ബിഷപ്പുമാരൊക്കെ ഇവരെ സ്വീകരിക്കുകയും ഇവർക്ക് ചായ വിളമ്പുകയും ഒക്കെ ചെയ്തിരുന്നത്. അതൊക്കെ കപടമാണ്, കാപട്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അത് ഈ കന്യാസ്ത്രീമാരുടെ, സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും കാര്യത്തിൽ അത് കൃത്യമായി BJP നടപ്പിലാക്കുകയും ചെയ്തു. BJP ഹിന്ദി ഭൂമിയിൽ, അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉത്തരേന്ത്യയിൽ നടത്തുന്ന തീവ്രമായ ന്യൂനപക്ഷ ആക്രമണം, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന നയം അവർക്ക് ഒരിക്കലും മാറ്റാൻ കഴിയുകയില്ല. കാരണം അങ്ങനെ മാറ്റിയാൽ അവിടെ ഭൂരിപക്ഷ വോട്ട് കുറയുമെന്ന് അവർക്കറിയാം. കാരണം അവിടെ തലയ്ക്ക് വെളിവില്ലാത്ത ഭൂരിപക്ഷം അവരിങ്ങനെ ജനങ്ങളെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വർഗീയത. അതാണ് ഈ ജ്യോതി ശർമ്മയൊക്കെ അവിടെ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത്. ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ലേഖകൻ ജയിലിന് പുറത്ത് നടന്ന കാഴ്ചകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇന്നത്തെ പത്രങ്ങളിൽ എല്ലാ ആളുകളും വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നു, അകത്ത് പോയി കണ്ടപ്പോൾ 52 പ്രതികൾക്കൊപ്പം, വിചാരണ തടവുകാർക്കൊപ്പം കന്യാസ്ത്രീകളെ ഇട്ടിരിക്കുകയാണ്.
അവർ വന്ന് അകത്ത് പോയി കണ്ട ആളുകൾ സങ്കടത്തോടെ വന്ന് പുറത്ത് കാര്യങ്ങൾ പറയുന്നു. ജാമ്യം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ അഭിഭാഷകനെ, അതായത് വാദിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെ പൂമാലയിട്ട് ബജ്രംഗദൾ പ്രവർത്തകർ സ്വീകരിക്കുന്നു. അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. കോടതി അവരെ ജാമ്യത്തിൽ വിട്ടാൽ പുറത്ത് തീർത്തു കളയുമെന്ന് ഭീഷണി സ്വരത്തിൽ മുദ്രാവാക്യം ഉയർത്തുന്നു. ഇതൊക്കെയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് ലഭ്യമാകുന്ന കാഴ്ചകളും അവിടെയുള്ള വിശേഷങ്ങളും. ഇത് ഏത് തരത്തിലാണ് ഒരു ജനാധിപത്യ രാഷ്ട്രം അംഗീകരിക്കുക? മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ, ഭാരതം ഇത് എങ്ങനെയാണ് അംഗീകരിക്കുക? ഇവിടെ സന്യസ്ത വേഷത്തിൽ വരുന്ന ആളുകളെ ബഹുമാനിച്ചാണ് ശീലമുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ബജ്രംഗദൾ അതുപോലെ തുടങ്ങിയ സംഘീ ശക്തികളൊക്കെ തീവ്ര വർഗീയ വലതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് ഇങ്ങനെയുള്ള മറ്റ് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്യുമ്പോൾ ബിഷപ്പുമാരും ഇപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ നേരെയാണ് ഇവർ വാളോങ്ങുന്നത്, തങ്ങളും ഇരയാക്കപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഒന്നും മിണ്ടിയില്ല. മണിപ്പൂരിൽ സംഘർഷം നടന്നപ്പോഴും കേരളത്തിലെ ബിഷപ്പുമാർക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ വല്ലതും പറഞ്ഞു കാണും, പക്ഷെ അതൊന്നും വലിയ ആഴത്തിലുള്ള പറച്ചിലായിരുന്നില്ല. അങ്ങനെ എവിടെ എന്ത് നടന്നാലും ഒന്നിനും മിണ്ടാട്ടമില്ലാതിരുന്ന നമ്മുടെ ബിഷപ്പുമാരെ ഇപ്പോൾ ആളിക്കത്തിയിരിക്കുകയാണ്. അവരുടെ വാലിന് തീപിടിച്ച പോലെ ആയിട്ടുണ്ട്. കാരണം ആക്രമണം തങ്ങൾക്ക് നേരെയാണ്. ഇപ്പോൾ അവർ തേടി വന്നത് തങ്ങളെയാണെന്ന് ഇപ്പോൾ ഉത്തമ ബോധ്യം വന്നു. മുനമ്പത്ത് കപട രാഷ്ട്രീയം കളിച്ചപ്പോൾ പോലും ബോധ്യപ്പെട്ടില്ല. ഇവിടെ ഒരു PC ജോർജും ഷോൺ ജോർജും അതുപോലെ ജോർജ് കുര്യനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആന്റണി ഉണ്ട്, നമ്മുടെ അനൂപ് ആന്റണി, അനിൽ ആന്റണി. ഇവരൊക്കെ യൂദാസുമാരുടെ കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി ഒന്നും മിണ്ടുന്നേയില്ല. ജോർജ് കുര്യൻ വേറെ എന്തൊക്കെയോ പുലമ്പി എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യണമെന്ന് CBCI ഒക്കെ കടച്ചാക്ഷേപിച്ചുകൊണ്ട് ജോർജ് കുര്യൻ പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. കാരണം അവർക്കൊക്കെ അധികാരത്തിൽ കടിച്ചു തൂങ്ങണം. അതിന് ഹിന്ദി ഹൃദയഭൂമിയിലെ വർഗീയ രാഷ്ട്രീയം അവർക്ക് ഒരിക്കലും എടുത്ത് ദൂരെ കളയാൻ കഴിയുകയില്ല. കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് BJPക്കാർ എന്തെങ്കിലും തിളച്ചുമറിഞ്ഞ് ഞങ്ങളിപ്പോൾ കത്തോലിക്കക്കാരെ എല്ലാം ഒപ്പം കൂട്ടും എന്ന് പറഞ്ഞ് വാചകമടിച്ച് അമിത്ഷായെ പോയി കണ്ടാലും അമിത്ഷാ ഗേറ്റ് പൂട്ടിയിട്ട് പറയും ഇറങ്ങി പോടോ എന്ന് പറയും. കാരണം അവർക്ക് ജയിക്കാൻ, അവർക്ക് അധികാരം കിട്ടണമെങ്കിൽ UPയിലും ഛത്തീസ്ഗഡിലും അവിടെയൊക്കെയുള്ള വോട്ടുകൾ, ബീഹാറിലുമൊക്കെയുള്ള വോട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. കേരളം അവർക്കൊരു ലക്ഷ്യമേ അല്ല, കേരളത്തിലെ BJP പോലും അവർക്കൊരു ലക്ഷ്യമേ അല്ല എന്ന്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വ്യക്തികളല്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കേന്ദ്രമല്ല എന്ന് എഴുതിത്തള്ളുന്നത് പോലെയാണ് കന്യാസ്ത്രീ വിഷയത്തിൽ BJP പ്രവർത്തിച്ചിരിക്കുന്നത്. ഏതായാലും ബിഷപ്പുമാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തങ്ങളാണ് ഇരകളെന്ന്.